സാറേ നമസ്കാരമുണ്ട്. നമസ്തേ. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് അമ്പലപ്പുഴ രാമചന്ദ്രൻ എന്നാണ്. ഞാൻ ഹരിപ്പാട് 24 വർഷമായി ജ്യോതിഷ പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ലളിതമായ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് ഒട്ടനവധി ജനങ്ങളെ എനിക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാറേ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. സാറേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പൊരുത്തം നോക്കിയാണ് ആളുകൾ വിവാഹം കഴിക്കുന്നത്. പക്ഷെ പൊരുത്തം നോക്കാതെ ധാരാളം ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വലിയ മറ്റു രാജ്യങ്ങൾ അനേകം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യത്തുള്ള ജനങ്ങളൊന്നും ഇതുപോലെ ഇതുപോലെ പൊരുത്തം നോക്കിയല്ല വിവാഹമൊക്കെ കഴിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സാർ എന്താണ് ഒരു അഭിപ്രായം എന്താണ് അതിനകത്ത്? വിവാഹ പൊരുത്തം പ്രധാനമായും നോക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിൽ ഒരു വ്യക്തമായ ഒരു കുടുംബ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും രണ്ട് മിഥുൻ എന്ന് പറയുന്ന കാളയുമല്ല പശുവുമല്ലാത്ത രണ്ട് മിഥുൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിവാഹം കഴിക്കാം. ആൾക്ക് 4 ഉണ്ടെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കാം. എന്നാൽ കേരളത്തിന്റെ വ്യാപ്തി, വിസ്തീർണം, അതുപോലെ തന്നെ എന്റെ അച്ഛൻ എന്റെ അമ്മ എന്ന് പറയുവാൻ കഴിയുന്ന തരത്തിൽ പൊരുത്തമുള്ള മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്താന ഉത്പാദനം കഴിഞ്ഞാൽ അവർ ഒരു പരിധി കഴിഞ്ഞാൽ അവരങ്ങ് പോവുക. ഭാര്യയും ഭർത്താവ് ഒരു ഭാഗത്ത്, കുട്ടികൾ ഒരു ഭാഗത്ത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുടെ കുട്ടികളാണ് നല്ല നിലയിൽ ഉയർന്നു വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ പൊരുത്ത ശോധന നടത്തുന്നത്. പൊരുത്ത ശോധനയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സന്താനം ഉണ്ടാകുമോ എന്ന ഒരു ജാതകം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ പുരുഷ ജാതകത്തിന്റെ 5ാം ഭാവമാണ് സന്താന സ്ഥാനം, എന്നാൽ സ്ത്രീയുടെ 9ാം ഭാവമാണ്. അപ്പൊ സ്ത്രീയുടെ 9ാം ഭാവത്തിനോ ഭാവാധിപനോ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ പുരുഷന്റെ ജാതകത്തിന് 5ാം ഭാവത്തിന് ബലവാനായ ഒരു ഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് സന്താനം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് തൃപ്തമായി ജീവിക്കാം. സാമ്പത്തിക സ്ഥിതി, ഒരാൾ സാമ്പത്തികമായി സമ്പാദിക്കുന്ന ആളാണെങ്കിൽ മറ്റേയാൾ മിതമായി ചെലവാക്കുന്ന ആളുമായിരിക്കും. ഇതും അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കേരളീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊരുത്ത ശോധന നടത്തുന്നത്. അല്ലാതെ 2 ഭാര്യയും ഒരു സ്ത്രീയും ഒരു പുരുഷനും ജീവിക്കുന്നു, അത് പരാജയപ്പെട്ടാൽ അടുത്തതിലേക്ക് പോകാൻ നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലാണെങ്കിലും പുറം രാജ്യങ്ങളിലാണെങ്കിലും വിവാഹത്തിന് അത്ര പ്രാധാന്യം അവർ കൽപ്പിക്കുന്നില്ല. അതാണ് അതിന്റെ കാരണം. ശരി 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 ശരി. താങ്ക് യു സാറേ. താങ്ക് യു.